വിജയരാഘവന്റെ വിവാദ പ്രസംഗത്തിനെതിരെ പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത്. CPM-ന്റേത് സംഘപരിവാറിനെ പ്രീണിപ്പിക്കുന്ന സമീപനമെന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വിജയരാഘവന്റെ വാക്കുകൾ RSSന് ഉപയോഗിക്കാനുള്ള ആയുധമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇതാണല്ലോ CPM-ന്റെ ലൈൻ. ഇതാണ് CPM കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. 4,10,000 വോട്ടിന് ജയിച്ച പ്രിയങ്ക ഗാന്ധി തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് ഈ വിജയരാഘവൻ അല്ലാതെ വേറെ ആരുടെങ്കിലും നാവിന്ന് ഇത് വരുമോ? ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോള് കണ്ടു. വിജയരാഘവൻ UDFന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ട്രോള് കണ്ടു. സത്യത്തിൽ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വഴി കൂടി പോണവൻ നടന്നു പോയാൽ പോലെ കാറിപ്പോയി അമ്മായിയമ്മയെ കാണാൻ പോകാനെന്നുള്ള ചോദ്യം ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്യാതെ ഒരാൾ പാർലമെന്റിലേക്ക് 4,10,000 വോട്ടിന് ജയിക്കുക. എന്നിട്ട് തീവ്രവാദികളാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞ് അവിടെ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുക. ഡൽഹിയിൽ ഇത് തന്നെയാണ് സംഘപരിവാർ അവിടെ ആവർത്തിക്കാൻ പോകുന്നത്. സംഘപരിവാറിന് ഒരു ആയുധം കൊടുത്താണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്, പ്രിയങ്ക ഗാന്ധിക്കെതിരായി രാഹുൽ ഗാന്ധിക്കെതിരായി സംസാരിക്കാൻ. ഈ വിജയരാഘവൻ അല്ലാതെ ലോകത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ എന്തും പറയാൻ വേണ്ടിയിട്ട് CPM-ഉം പിണറായി വിജയനും വിജയരാഘവനെ പോലുള്ള ആളുകളെ ഉപയോഗിക്കുകയാണ്.